വിദ്വേഷ പ്രസംഗം നടത്തിയ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവിനെ സുപ്രീം കോടതി കൊളീജിയം വിളിച്ചു വരുത്തുന്നതാണ് സുപ്രധാനമായ വാർത്ത ഡൽഹിയിൽ നിന്ന്. ഡിസംബർ 17-ന് സുപ്രീം കോടതി കൊളീജിയത്തിന് മുന്നിൽ നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം. ബി ബാലഗോപാൽ ചേരുന്നു. ബാലു, ഇത് സാധാരണ ഉണ്ടാകുന്നൊരു നടപടിയല്ലല്ലോ. അങ്ങനെ ജഡ്ജിയെ വിളിച്ചു വരുത്തുക എന്നൊക്കെ പറയുമ്പോൾ അത്യന്തം ഗൗരവതരമായി തന്നെ കാര്യങ്ങളെ കൊളീജിയം കാണുന്നുവല്ലേ? എങ്ങനെയാണ് ഇതിന്റെ സാധാരണ നടപടി സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകുമ്പോൾ? രതീഷ്, വളരെ ഗൗരവമായി തന്നെ ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിന്റെ പ്രസ്താവനയെ സുപ്രീം കോടതി കൊളീജിയം കാണുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ സുപ്രീം കോടതി ഈ അലഹബാദ് ഹൈക്കോടതി നൽകിയ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം കൈമാറുവാൻ വേണ്ടി ഈ അലഹബാദ് ഹൈക്കോടതിയോട് നിർദ്ദേശിച്ചിരുന്നു. ഈ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യോഗത്തിൽ ശേഖർ കുമാർ യാദവ് നടത്തിയ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം കൈമാറുവാനായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് ശേഖർ കുമാർ യാദവിനോട് നേരിട്ട് ഹാജരാകുവാൻ വേണ്ടി സുപ്രീം കോടതി കൊളീജിയം ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഡിസംബർ 17-ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ അധ്യക്ഷതയിലുള്ള 5-അംഗ കൊളീജിയത്തിന് മുമ്പാകെ ഹാജരാകുവാനാണ് ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ കൊളീജിയം യോഗത്തിൽ വെച്ച് ശേഖർ കുമാർ യാദവിന്റെ വിശദീകരണം കൊളീജിയം കേൾക്കുന്നതായിരിക്കും. തുടർന്ന് അദ്ദേഹത്തിനെതിരെ നടപടി വേണമോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ കൊളീജിയം ഒരു തീരുമാനത്തിൽ എത്തുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഏതായാലും ഈ ശേഖർ കുമാർ യാദവിന് പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുംബൈയിൽ നടന്ന ഒരു യോഗത്തിൽ പങ്കെടുക്കവേ യോഗി ആദിത്യനാഥ് ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സത്യം പറയുന്നവരെ പ്രതിപക്ഷം ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് സത്യം പറയുന്നവരെ ഈ ഇംപീച്ച് ചെയ്ത് ആ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം ഇപ്പോൾ പ്രതിപക്ഷം നടത്തുകയാണ് എന്നും അതുകൊണ്ടൊന്നും സത്യം പറയുന്നത് തടസ്സപ്പെടുത്താൻ വേണ്ടി കഴിയില്ല എന്നുമാണ് യോഗി ആദിത്യനാഥ് ഇപ്പോൾ യോഗി ആദിത്യനാഥിന്റെ ഒന്നും നിലപാടല്ല സുപ്രീം കോടതി സ്വീകരിക്കുന്നത്. കൊളീജിയം കർശനമായി ഇടപെടൽ നടത്തുകയാണ്. ബി ബാലഗോപാലാണ് ആ വിവരങ്ങൾ നൽകിയത്.